പല ആത്മാക്കളുമായി ഇഷ്യൂ ഉള്ള ആളുകൾ, അതായത് സോൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. കുറച്ച് എനർജി ലെവൽ ആവണം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് സിദ്ധികൾ കിട്ടണം, പോലെ ആഗ്രഹങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഞാൻ എനിക്കൊന്നുമില്ലല്ലോ അങ്ങനെ. ഇല്ല, എനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയുന്നത്. പക്ഷെ അതെല്ലാം നമുക്ക് ബ്ലെസ്സിങ് ആയിട്ട് കിട്ടിയെന്നുള്ള. നമ്മുടെ കരച്ചിൽ ആരും കേൾക്കാനില്ലാത്ത സമയത്ത് മാത്രമേ ദൈവം കേൾക്കൂ. ഒരു മനുഷ്യൻ ഒറ്റയ്ക്കാണ്, അവൻ ഒറ്റയ്ക്കാണ് നടക്കുന്നത്, അവൻ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്, അവൻ കരയുന്നത് ഒറ്റയ്ക്കാണെങ്കിൽ ബ്ലെസ്സഡാ, അവനാണ് ബ്ലെസ്സഡ്. റോജിൻ, ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ തീവ്രമായിട്ട് സ്പർശിച്ച മെസ്മറിസത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഈ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും എൻ്റെ ജീവിതമായിട്ട് കണക്ട് ചെയ്യാറ്. എന്തൊരു കാര്യത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡായ ഇമോഷണൽ ബേസ്, എനർജി ബേസ്, സ്പിരിച്വൽ ബേസ്, എല്ലാ മേഖലയിലും വളരെ കോംപ്ലിക്കേറ്റഡായി നിന്നൊരു സമയത്ത് ഞാൻ എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. മരിക്കണോ, ജീവിക്കണോ, മരിക്കണമെങ്കിൽ എന്തിന്, ജീവിക്കണമെങ്കിലും എന്തിന്, ഇതിനിടയിൽ നിൽക്കണോ, ഒരു യാത്ര പോകണോ, ഒന്നും ഒരു പിടുത്തമുള്ള സമയത്ത്. ആ സമയത്ത് എനിക്ക് എന്നെ ഈ നിലയിൽ, വളരെ ചെറിയൊരു നില എങ്കിൽ പോലും ഈ ഒരു നിലയിലെത്തിയത് എൻ്റെ ഗുരുവിൽ നിന്ന് എനിക്ക് കിട്ടിയ ഉപദേശവും എനിക്ക് ഞാൻ വാങ്ങിയ ദീക്ഷയും. ഞാൻ ക്രിയായോഗ പ്രാക്ടീഷണറാണ്. ബാബാജിയുടെ എൻ്റെ ഗുരു വരുന്നത് കന്യാകുമാരി തക്കല ശ്രീ ബ്രഹ്മാനന്ദഗിരിയാണ്. ഞാൻ ഒരുപാട് കരഞ്ഞ് സങ്കടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. നന്നായിട്ട് കരയുന്ന ഒരാളും കൂടിയാണ്. എൻ്റെ കരച്ചിലെല്ലാം നിന്നത് അവിടെ നിന്ന്. അന്ന് ഞാൻ ഗുരുവിൻ്റെ അടുത്ത് പോയിരുന്ന് സങ്കടപ്പെട്ടതെല്ലാം എനിക്കൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് അതില്ല, എനിക്ക് ഇതില്ല, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്, റിലേഷൻഷിപ്പില്ല, എനിക്ക് ബന്ധങ്ങളില്ല, വീട്ടിൽ നോർമലി ഒരാളുടെ കുഞ്ഞു കുഞ്ഞ് സങ്കടങ്ങളെല്ലാം. അന്ന് ഗുരു എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ചോദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ നിന്നെപ്പോലെ ആവാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നീ ഇപ്പോഴേ ഇങ്ങനെയായി, അതിൻ്റെ ഭാഗ്യമല്ലേ. അതെനിക്ക് ഭയങ്കര ഓപ്പണായി. ഞാൻ പലപ്പോഴും നമ്മൾ പലരുടെ ലൈഫും എടുത്ത് നോക്കുമ്പോൾ ഇവരെല്ലാവരും ഒറ്റയ്ക്കായിരുന്നു. ജീസസ് ക്രൈസ്റ്റ് ആണെങ്കിലും ബുദ്ധയാണെങ്കിലും ഓരോ ഗുരുക്കന്മാരും, ബാബാജി, യുക്തേശ്വരഗിരി തുടങ്ങിയ നമ്മുടെ പരമ്പര വരുന്ന എല്ലാവരും ഒറ്റയ്ക്കാവുക എന്ന് പറയുന്നതിനേക്കാളും വലിയൊരു ശക്തി ഭൂമിയിലില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ സാധനമാണ്. ഒരിക്കലുമല്ല. ഒറ്റയ്ക്കാവുക എന്ന് പറയുന്നത് ഡിവൈൻ പവറാണ്. ഒരു മനുഷ്യൻ ഒറ്റയ്ക്കാണ്, അവൻ ഒറ്റയ്ക്കാണ് നടക്കുന്നത്, അവൻ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്, അവൻ കരയുന്നത് ഒറ്റയ്ക്കാണെങ്കിൽ ബ്ലെസ്സഡാ, അവനാണ് ബ്ലെസ്സഡ്. നമ്മളിരുന്ന് കരയുന്ന സമയത്ത് നമ്മളൊരാളെ ആശ്വസിപ്പിക്കാനും നമ്മളൊരാളെ സപ്പോർട്ടും ചെയ്യാൻ വന്നാൽ അത് ബ്ലെസ്സിങ് ഇല്ല അവിടെ. ആക്ച്വലി നോർമൽ കേസാണ്. പക്ഷെ മറ്റേത് അങ്ങനെയല്ല. നമ്മൾ അദൃശ്യമായിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോഴാണെങ്കിലും, ഇപ്പോൾ നമ്മൾ കരഞ്ഞ് തളർന്ന് ഉറങ്ങുമ്പോഴായാലും നമ്മളെവിടെയോ ഒരു പ്രൊട്ടക്ഷനിലാണ്. നമുക്ക് മനസ്സിലാവും എന്തൊരു പ്രൊട്ടക്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ കരച്ചിൽ ആരും കേൾക്കാനില്ലാത്ത സമയത്ത് മാത്രമേ ദൈവം കേൾക്കുള്ളൂ. അത് ഞാൻ പറയുന്ന എനർജി അവർ കേൾക്കുള്ളൂ. അല്ലാത്ത സമയത്ത് അത് കേൾക്കില്ല. എൻ്റെ ജീവിതത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ആശ്രമത്തിൽ നിന്നും പുറത്തോട്ട് വരുന്നതും പിന്നീട് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട എല്ലാ കാര്യങ്ങളും എനിക്ക് സംഭവിക്കുന്നതും. അവിടെ നിന്നുമാണ് എന്നെ ഞാൻ കണ്ടെത്തിയത്. ഒരു പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും എന്തിനാണ് എൻ്റെ ആശ്രമത്തിൻ്റെ കഥ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ദീക്ഷ സ്വീകരിക്കുന്നൊരു പരിപാടിയുണ്ട്. അതായത് നമ്മൾ ആ ഗുരുവിൻ്റെ കീഴിൽ നിന്ന് ഇത്തരത്തിലുള്ള മെഡിറ്റേഷൻസ് എല്ലാം സ്വീകരിച്ചതിന് ശേഷം നമ്മൾ ദീക്ഷ സ്വീകരിക്കുന്ന പ്രോഗ്രാമുണ്ട്. അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു 600 രൂപയാണ്. കന്യാകുമാരി പോകണം, എൻ്റെ പൈസ ഇല്ല. അപ്പോൾ കന്യാകുമാരി പോയി ദീക്ഷ സ്വീകരിക്കുന്ന സമയത്ത് എല്ലാവരും 3-4 കൂട്ടം പഴങ്ങളും മുണ്ടും കാവ്യമുണ്ടെല്ലാം വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഗുരുവിന് സമർപ്പണം ചെയ്യുക. ഇനി എൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കേണ്ടത് ഗുരുവാണ്. അപ്പോൾ എനിക്കതിന് വാങ്ങാനുള്ള പൈസ ഇല്ല. ഞാൻ എന്തൊക്കെയോ വാങ്ങിച്ച് കൂട്ടി അപ്പോഴും തിരിച്ചു വരണമല്ലോ, നാട്ടിലെത്തണമല്ലോ. അല്ലെങ്കിൽ ഇതൊന്നും വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആകെ സങ്കടപ്പെട്ട് എല്ലാവരും 500-1000 ഒക്കെ നമ്മൾ ഗുരുദക്ഷിണ വയ്ക്കും അതിൻ്റെ അകത്ത പാത്രത്തിൽ. ഒരു 5 കൂട്ടം പഴങ്ങളും വസ്ത്രങ്ങളെല്ലാം വാങ്ങിച്ച് വെച്ചതിന് ശേഷം ഞാൻ ആകെ വെച്ചത് 100 രൂപയാണ്. 100 രൂപ വയ്ക്കാൻ എൻ്റെ ഉണ്ടായില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ബാക്കിയുള്ളവർ, എൻ്റെ കൂടെ 3 പേരാണ് അന്ന് ദീക്ഷ സ്വീകരിച്ചത്. അപ്പോൾ ബാക്കിയുള്ളവരെ വയ്ക്കുമ്പോൾ എൻ്റെ ഇല്ല. ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. പക്ഷേ ഞാൻ ഇന്ന് അതിനെപ്പറ്റി ഓർക്കുമ്പോൾ ഒരു പക്ഷേ ഞാൻ അന്ന് വെച്ചത് എൻ്റെ മനസ്സായിരുന്നു. എൻ്റെ എല്ലാം ഞാൻ സമർപ്പിച്ചു. എൻ്റെ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈഗോയും, എൻ്റെ ദേഷ്യവും, എൻ്റെ കഴിവില്ലായ്മയും, എൻ്റെ കഴിവുകളും, ഞാൻ നേടിയ സർട്ടിഫിക്കറ്റുകളും, ഞാനെന്ന് പറയുന്ന വ്യക്തിനെ പൂർണ്ണമായിട്ട് ഞാൻ സമർപ്പിച്ചു. എൻ്റെ ജീവിതത്തിലുണ്ടായത് വലിയ മാറ്റങ്ങളാണ്. ഒരു പക്ഷേ ക്രിയായോഗയിൽ ഒരു വ്യക്തി പെട്ടെന്ന് വർഷങ്ങളോളം എടുത്ത് നേടേണ്ട പല കാര്യങ്ങളും, പല സിദ്ധികളും
അല്ലെങ്കിൽ പല അത്ഭുതങ്ങളും ഞാൻ ഭയങ്കര ചുരുങ്ങിയ സമയത്ത് ഞാൻ നേടി. കാരണം ഞാനിതൊന്നും ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത് എനിക്ക് സമാധാനം വേണമെന്ന് മാത്രമായിരുന്നു. ഒരിക്കലും ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ, എപ്പോഴും നമ്മളൊരു മെഡിറ്റേഷനൊക്കെ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ നമുക്കുണ്ടാവും. അത് ഏതൊരു വ്യക്തിക്കും സ്പിരിച്വൽ മേഖല ഉണ്ടാവും. ഞാൻ സ്പിരിച്വൽ കുറച്ച് ഹൈ ആവണം, കുറച്ച് എനർജി ലെവൽ ആവണം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് സിദ്ധികൾ കിട്ടണം, എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഞാൻ എനിക്കൊന്നുമില്ലല്ലോ അങ്ങനെ. ഇല്ല, എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതെല്ലാം നമുക്ക് ബ്ലെസ്സിങ് ആയിട്ട് കിട്ടിയെന്നുള്ള, അങ്ങനെ നമുക്ക് ബ്ലെസ്സഡായിട്ട് നമുക്കത് കിട്ടും ആ സമയത്ത്. അപ്പോൾ അതെനിക്ക് വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. എനിക്കിപ്പോഴും അതെ, പലപ്പോഴും ഒറ്റയ്ക്ക് നടക്കുക, ഒറ്റയ്ക്കാവുക എന്നൊക്കെ പറയുന്നതിനെ സംബന്ധിച്ച് ഭയങ്കര പെയിനാണ്. അതൊരു നായക്കുഞ്ഞാണെങ്കിൽ പോലും എനിക്ക് വിട്ടിട്ട് കളയാൻ പറ്റില്ല. എൻ്റെ വീട്ടിലിപ്പോഴും ഉണ്ട് ഒരു 5 എണ്ണം. എൻ്റെ പോലും ഇല്ല, 5 എണ്ണം അവിടെ വളരെ സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കുക എൻ്റെ വീട്ടിൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ ഏറ്റവും മോശം സിറ്റുവേഷനിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നമ്മളെ ഈ ലോകത്തെ ഏറ്റവും സ്ട്രോങ് ആവാനുള്ള ഒരാളാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആ സിറ്റുവേഷനിൽ ജീവിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങനെ ആവാൻ പറ്റുള്ളൂ. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോയിന്റ്. അതെ, നമ്മൾ ഒരുപാട് ടഫ് ടൈമിൽ തനിയെ യാത്ര ചെയ്യണം, സർവൈവ് ചെയ്യണം, ഫിറ്റാവണം. ഫിറ്റായെങ്കിൽ മാത്രമേ നമ്മൾക്ക് മറ്റൊരാൾക്ക് എങ്ങനെ ഫിറ്റാകണം, എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? അതെ, നമ്മൾ ആരുമില്ല. മനസ്സിലായില്ല? ആരുമില്ല. ഇപ്പം നമ്മളിപ്പോൾ പല കാര്യങ്ങളും ഇപ്പം നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള കഴിവുകൾ ഉപയോഗിച്ചപ്പോൾ എനിക്ക് പലപ്പോഴും ആത്മാക്കളുമായി ഇഷ്യൂ ഉള്ള ആളുകൾ പലപ്പോഴും എന്നിലോട്ട് എത്താറുണ്ട്. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് അതെന്തിനാണ് എന്നിലോട്ട് എത്തുന്നതെന്ന്. പല രീതിയിലും മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, ഇത്തരത്തിലുള്ള ഇഷ്യൂ അനുഭവിക്കുന്ന ഒരുപാട് പേര് എൻ്റെ അടുത്തോട്ട് എത്താറുണ്ട്. ഞാൻ അവരെന്നെ വിളിക്കുമ്പോഴേ ഞാൻ പറയും, പണം നോക്കണ്ട, പൈസ നോക്കണ്ട, 100 രൂപ അല്ലെങ്കിൽ 1 രൂപ ദക്ഷിണ വെച്ചോ, വേറെ ഒന്നും ചെയ്യണ്ട, ബാക്കി എല്ലാം നമുക്ക് നോക്കാം. പലപ്പോഴും എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എനർജി പാസ് ചെയ്യുകയും അവർക്ക് വേണ്ടി സത്യസന്ധമായി നമ്മൾ പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി എല്ലാ ദിവസവും അവരുടെ പ്രോസസ്സിന് വേണ്ടി നമ്മുടെ എനർജി ഉപയോഗിക്കുകയും ഇവിടെ നിന്നുകൊണ്ട്, മെസ്മറിസത്തിന് മറ്റൊരു ടെക്നിക്കാണ് ഞാൻ പറയുന്നത്. പ്രോപ്പർ മെസ്മറിസം അല്ല കേട്ടോ, ഇതൊരു മെസ്മറിസം ടൂൾ മാത്രമാണ്. ബാക്കിയെല്ലാം മെഡിറ്റേഷനിലൂടെ ക്രിയേറ്റ് ആവുന്ന കഴിവുകളാണ്. മെസ്മറിസത്തിലൂടെ നമുക്ക് എനർജി പാസ് ചെയ്യാവുന്നൊരു ടെക്നിക്ക് നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനർജി പാസ് ചെയ്യുകയും പല ആത്മാക്കളുമായി ഇഷ്യൂ ഉള്ള ആളുകൾ, അതായത് സോൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു കാരണവശാലും അറിയായിരിക്കുമല്ലോ, അവരുടെ ലൈഫ് ഒരു കാരണവശാലും അപ്ഗ്രേഡ് ചെയ്യാത്ത, അവർക്ക് റിലേഷൻഷിപ്പിൽ ഇഷ്യൂ വരുത്തുന്ന പല സോളുകളും. ഒരുപക്ഷേ ഈ സൂയിസൈഡ് ചെയ്യുന്ന സോളുകൾക്ക് ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ്. ഒരുപക്ഷേ ഏത് മേഖലയിലും അവർക്ക് തിളങ്ങാം, റിലേഷൻഷിപ്പ് വൈസ് അവർക്ക് തിളങ്ങാൻ പറ്റില്ല. അവർക്ക് ഒരു രീതിയിലും റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനോ സമാധാനമായിട്ടൊരു ബന്ധത്തിൽ നിൽക്കാനോ പറ്റില്ലെങ്കിൽ ഉറപ്പാണ് അതൊരു സോൾ ഇഷ്യൂ ആണ്. ഒരു ആത്മാവിൻ്റെ പ്രസൻസ് ഭീകരമായിട്ട് അവിടെ ഉണ്ട്. വേറെ ഒരു വിഷയത്തിലും ആത്മാവിന് ഇഷ്യൂ ഇല്ല, പക്ഷേ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. വഴക്കായിരിക്കാം, ഇഷ്യൂ ആയിരിക്കാം, പ്രശ്നങ്ങളായിരിക്കാം, തമ്മിത്തല്ലായിരിക്കാം. അത് ആ സോള് എന്താണോ അനുഭവിച്ചത് അതിൻ്റെ ഒരു 100 ഇരട്ടി തരാതെ ഒരിക്കലും കട്ടായി പോവില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യം മൊത്തത്തിൽ ഞാൻ റിവീൽ ചെയ്യുന്നില്ല, ഹൈ എനർജി ആ വ്യക്തിയിൽ പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഇത്തരത്തിലുള്ള സോൾ പ്രസൻസ് റിമൂവ് ചെയ്യുന്നൊരു കോഡ് കട്ടിങ് ചെയ്യും. അതെ, റിമൂവ് ചെയ്യും. അതായത് നമ്മുടെ ഇപ്പം ഞാൻ നിൽക്കുന്ന എൻ്റെ ശരീരത്തിനെ നിയന്ത്രിക്കാനും, എന്നെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഹോർമോണിനെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ എൻ്റെ എനർജി ബേസിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുക. എൻ്റെ എനർജിയാണ് എൻ്റെ തോട്ട്സ്. എൻ്റെ തോട്ട്സിലൂടെ മാത്രമാണ് എനിക്ക് എനർജി ഡെവലപ്പ് ആവുന്നത്. ഇപ്പോൾ എനിക്ക് എൻ്റെ തോട്ട്സ് നിരന്തരം പറയാണ്, നീ വീക്കാണ്, നീ ഭയങ്കര ഇഷ്യൂ ആണ്, നീ ഭയങ്കര പ്രശ്നത്തിലാണ്, നിനക്ക് വയ്യ, നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു 10-20 പ്രാവശ്യം എൻ്റെ ബ്രെയിനിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ വന്നാൽ അത് നേരെ ബാധിക്കുന്ന എൻ്റെ ആമാശയത്തിനാണ്. അപ്പം മുതൽ എനിക്ക് ഡൈജഷൻ ഇഷ്യൂ സ്റ്റാർട്ടാവും. ഡൈജഷൻ ഇഷ്യൂ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ജോയിൻറ്റ് പെയിനായിട്ട് മാറും. അപ്പോൾ എങ്ങനെയാണ് നെഗറ്റീവ് എനർജി നമ്മുടെ ബോഡിയിലോട്ട് കൺവേർട്ടായി അതിൽ നമ്മളോട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നുള്ളതാണ്. ഒരിക്കലും ഒരു എനർജിക്ക് ഡയറക്റ്റായിട്ട്, എൻ്റെ അനുഭവത്തിൽ തന്നെ ഒരിക്കലും ഒരു എനർജിക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഓർഗൻസിനെയോ മറ്റു കാര്യങ്ങളെയോ സ്വാധീനിക്കാതെ നമ്മുടെ ചിന്തകളെ നെഗറ്റീവാക്കി മാറ്റി ആ ചിന്തകളിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന എനർജി നമ്മുടെ ബോഡിയിലോട്ട് സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ബോഡിയിലെ എല്ലാ അവയവങ്ങളെയും, നമ്മുടെ ബോഡിയിലെ എല്ലാ കാര്യങ്ങളെയും, ഒരു പക്ഷേ സെക്ഷുവാലിറ്റിനെ ഉൾപ്പെടെ ഡൗൺ ആക്കി കളയാൻ പലപ്പോഴും സോളുകൾക്ക് വളരെ ഈസി ആയിട്ട് സാധിക്കും. അത് ഏറ്റവും പെട്ടെന്ന് സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ സാധിക്കുന്നെങ്കിൽ ആ ആത്മാവ് ഉപയോഗിക്കുന്ന എനർജീനെ നമ്മുടെ ബോഡിയിൽ അങ്ങനെ കാര്യം നെഗറ്റീവായിട്ട് നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ എനർജി ലെവൽ വീക്കാവുന്നുണ്ടാകും. അപ്പോൾ
നമുക്ക് അതിനകത്തൊരു ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് മെഡിറ്റേഷനും മറ്റ് പല കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് ആ ബോഡീനെ നമ്മൾ ഹൈ എനർജിയിലോട്ട് എത്തിക്കും. എനർജി ഈ ഒരു ആത്മാവിൻ്റെ എനർജി കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ പ്രാണോർജ്ജമാണെങ്കിലും മറ്റെന്ത് എനർജി കൂടുന്ന സമയത്ത് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന സോളിന് ഒരു കാരണവശാലും നമ്മുടെ ബോഡിയിലോ നമ്മുടെ ചിന്തകൾക്കോ കൺട്രോൾ കട്ടായി തുടങ്ങും. ഒരു 28 ദിവസം ഒരു മാസത്തിന് ശേഷം ഇങ്ങോട്ട് പൂർണ്ണമായിട്ടും ആ എനർജി ആ സോള് കട്ടായി പോകും. സോളുണ്ടാവും, പക്ഷേ ആ സോളിന് നമ്മുടെ ശരീരത്തിൽ യാതൊരു അധികാരം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മുടെ തോട്ട്സുമായിട്ട് യാതൊരു കണക്ഷൻ കിട്ടില്ല. കണക്ഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയും മൊത്തത്തിൽ.